ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം ഇൻ ലൈഫ് ബൈ മാളു സംഭൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നത് കൊണ്ട് എടുക്കുന്നതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇനിയുള്ള വീഡിയോസിൽ അത് തിരുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നത് വഴി ഞാനത് തിരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അത് രാവിലെ തന്നെ ഞാൻ ഉറക്കം എണീറ്റോ എന്ന് ചോദിച്ചാൽ ഉറക്കം എണീറ്റില്ല ഗെയ്സ്. കാരണം എൻ്റെ അമ്മയും അച്ഛനും, അതായത് ചേട്ടൻ്റെ അമ്മയും അച്ഛനും വീട്ടിലുള്ളത് കൊണ്ട് അമ്മ ഇത്തിരി രാവിലെയൊക്കെ എണീക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് എണീക്കാറ്. അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ചിലപ്പോഴൊക്കെ എണീറ്റ് വരാറുള്ളത്. ഞാൻ നേരത്തെ എണീറ്റോ എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരായിപ്പോവും. അങ്ങനെ രാവിലെ എണീറ്റ് വന്നപ്പോൾ അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു മുളകും മല്ലിയൊക്കെ ഒന്ന് പൊടിപ്പിക്കാനായിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അത് ഉണക്കാനൊക്കെ പക്ഷേ അത് എന്താണ് തോരാനൊക്കെ വെച്ച്, വെള്ളം തോരാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ടിരുന്ന് കാപ്പി കുടിച്ചിട്ട് വന്നപ്പോഴുണ്ടടാ അമ്പാടി ഉറക്കം എണീച്ചിട്ടുണ്ട്. അവൻ എണീക്കുമ്പോൾ എങ്ങനെ പോലും 10-11 മണിയാകും. കാരണം ഇപ്പോൾ സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പം കാലിനൊരു സർജറി കഴിഞ്ഞതുകൊണ്ട് അവന് സ്കൂളിൽ ഇപ്പോൾ വിടുന്നില്ല. അപ്പോൾ അവനൊക്കെ ഉറക്കെ എണീറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഈ തോരാൻ വച്ചിരുന്ന മുളകും മല്ലി എടുത്ത് വെയിലത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ അമ്മയും കൂടെ വന്നു. ഞാൻ പറഞ്ഞു അമ്മയോട്, അമ്മ കാല് വയ്യാതെ വരണ്ട, അമ്മ അവിടെ നിന്നോളൂ, ഞാൻ കൂടെ ഇടാമെന്ന് പറയുമ്പോൾ അമ്മ കേൾക്കൂല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഗെയ്സ്, അമ്മ കയറി വന്നു. അങ്ങനെ അമ്മയും ഞാനും കൂടെ ഞങ്ങൾ മുകളിൽ കയറി മുളകും മല്ലിയൊക്കെ നിരത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വലിയ ഷീറ്റ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വണ്ടിയിൽ മൂടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് സംഭവം. പക്ഷേ ഞാനത് വണ്ടിയിൽ മൂടില്ല. ഞാൻ ആരാ മോള് കേസ്, ഞാനിത് ഉണക്കാനും ഇങ്ങനെ ഈ മുളകും മല്ലിയൊക്കെ ഉണക്കാനും അല്ലെങ്കിൽ ഗോതമ്പൊക്കെ കഴുകി ഉണക്കാനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഷീറ്റാക്കി ഞാൻ അതിനെ മാറ്റിയെടുത്തു കേസ്. അപ്പോൾ അങ്ങനെ വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചപ്പോൾ ഒരു വശത്ത് ഞാൻ മുമ്പ് ഉണക്കി വെച്ചിരുന്ന മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് വെയിലത്തിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ കഴുകിയ മുളകും കൂടെ ഒരു വശത്തോട്ട് ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ രണ്ടും ഒരുപോലെ ഒത്താവും. അങ്ങനെ അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ. അങ്ങനെ മുളകും മല്ലിയും പുളിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പുളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുത്താൻ വേണ്ടിയിട്ട് ഉണക്കണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നെടുത്തൊരു ചെറിയ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മ ചക്ക അരിയണേൻ്റെ തിരക്കിലാണ്. നമുക്ക് അപ്പുറത്തെ മാമി ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച് ചക്ക വയ്ക്കാമെന്ന്. അപ്പോൾ ഈ മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല ഗേസ്, മീനിൻ്റെ പേര് അറിയാമെന്നുള്ള കമൻറ്റ് ബിലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തുണി കഴുകാനായിട്ട് ഞാൻ കയറിപ്പോയി. എനിക്ക് ഇത്രത്തോളം തുണി എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. തുണി കഴുകാൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു ലോഡ് തുണിയാണ്. അങ്ങനെ ഞാൻ തുണി കഴുകുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അവിടെ കിടന്ന തുണി പറക്കിയാലേ എനിക്കിപ്പോൾ കഴുകുന്ന തുണി വിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ കിടക്കുന്ന തുണികളെല്ലാം കൂടി ഞാൻ പറക്കിക്കൊണ്ടുപോയി ഷെൽഫിൽ കൊണ്ടുപോയി അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ആ ആശയിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആശയിൽ ആശയിൽ കയറി തട്ടി കേസ്. അപ്പോൾ അതാണ് ഞാൻ അവിടെ ഒന്ന് അറച്ചതും. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ എന്ത് ചെയ്തു, താഴെ വന്ന് തുണികളെല്ലാം മടക്കി നമ്മൾ ഞാൻ ഈ തുണി പറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ അടുക്കി വെക്കും കേട്ടോ. അങ്ങനെ ഇട്ടേക്കുമ്പോൾ എനിക്കൊരു എന്തോ പോലെ തോന്നും. ഷെൽഫിനകത്ത് അടുക്കി പെട്ടെന്ന് വയ്ക്കാറുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ തുണികളും അടുക്കിപ്പറക്കി ഷെൽഫിനകത്താക്കി വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ മീൻ ഇറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു എല്ലാം കൂടി ഇന്നൊരു ദിവസം വേണ്ടല്ലോ, അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പ്രത്യേകം കവറിനകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പീസ് അമ്മയ്ക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അത് 3 കവറിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അമ്മ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന ചക്ക ഞങ്ങൾ വേവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആവിയൊക്കെ വന്നപ്പോൾ അമ്മ ഒന്ന് ഉപ്പിട്ടതിന് ശേഷം അമ്മ പറഞ്ഞു മീൻ ഇറക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മീൻ ഇറക്കുന്ന കാഴ്ചയാണ്. മീൻ ഇറക്കാൻ ഞാൻ മീൻ ഇറക്കില്ല കേസ്, അമ്മയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് മീൻ ഇറക്കുന്നത്? അമ്മ തന്നെയാണ് ഇറക്കുന്നത് മീനൊക്കെ. ഞാൻ എല്ലാം ഹെൽപ്പിങ്ങിന് കൂടാറുണ്ട്. അമ്മയ്ക്ക് അതാണ് ഇഷ്ടം. അമ്മയുള്ളപ്പോൾ എനിക്ക് അങ്ങനെ അമ്മയ്ക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട കണക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ എല്ലാം അമ്മ അങ്ങ് ചെയ്യും. ഞാൻ കൂടെ നിന്നൊന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ തോരത്തിനൊക്കെ അരിഞ്ഞു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ തോരത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചക്കത ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചക്കയ്ക്ക് അരപ്പിടാമെന്ന് കരുതി നോക്കിയപ്പോൾ ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്കയൊന്ന് ഇളക്കി മറിച്ചതിന് ശേഷം ഞാൻ ചക്കയ്ക്കുള്ള അരപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം കരിവേപ്പിലയില്ലാതെ എൻ്റെ വീട്ടിലൊരു കളിയില്ലെന്ന് നിങ്ങൾക്കറിയാം ഗൈസ്. അപ്പോൾ കരിവേപ്പില വാരി വിതറിയിട്ടുണ്ട്. അതിനുശേഷം അത് കുറച്ചും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ചക്ക കിട്ടാറുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ തോരത്തിനുള്ള അരപ്പും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോരത്തിനുള്ള അരപ്പൊക്കെ ഇട്ട് തോരൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ അമ്മ വന്നു. അമ്മയും എന്നെപ്പോലെ തന്നെ കരിവേപ്പില വാരി വിതറാറുണ്ട്. അമ്മ കരിവേപ്പില ഇട്ടില്ലെങ്കിൽ ഞാൻ പറയും അമ്മയെ കരിവേപ്പില ഇട്ടോളൂ എന്ന് ഞാൻ പറയും. അപ്പോൾ അമ്മയും ആ കരിവേപ്പിലയൊക്കെ ഇട്ട് അതൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പം വാഷിംഗ് മെഷീനിലിട്ടിരുന്ന തുണി വിരിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വിരിച്ചിടുമ്പോൾ ആ ജോലി ഒന്ന് ഒതുങ്ങും ഗൈസ്. അങ്ങനെ ഞാൻ മുകളിൽ വന്ന് എൻ്റെ തുണികളൊക്കെ പറക്കിയിടുന്ന തിരക്കിലാണ്. സത്യം പറഞ്ഞാൽ തുണി ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും തുണി ഞാൻ എവിടേക്ക് ഇട്ടുകൊണ്ട് പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാൻ ചില ദിവസം 2-3 സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കോവിലൊക്കെ പോകുമ്പോൾ അടുപ്പിച്ചെവിടെയൊക്കെ പോകുമ്പോഴുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും തുണിയൊന്നും വരാറില്ല. ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ മീനൊക്കെ സെറ്റാക്കി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ സമയത്തുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അതിനുശേഷം 3-4 മണിയൊക്കെ ആയപ്പോൾ വെറും ചായയൊക്കെ ഇട്ടു. അങ്ങനെ വെറും ചായ കുടിക്കാൻ പോകുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വെറും ചായ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പതഞ്ഞ് കയറി വന്നിട്ടുണ്ട് ഗേസ്. അപ്പോൾ വെറും ചായ കുടിക്കാൻ നേരത്തെ ഇപ്പോൾ അമ്മയൊക്കെ ഉള്ളപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ഞങ്ങൾ കുടിക്കാറുണ്ട്. അങ്ങനെ അമ്മയും ഞാനും അമ്പാടിയും കൂടെ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് വെറും ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ വെറും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അകമൊക്കെ ഒന്ന് തൂത്തിറക്കാമെന്ന് വിചാരിച്ചു. വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് അകവും വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എന്തെങ്കിലും കരിയിലൊക്കെ ഉണ്ടെങ്കിൽ തീയിടാറുണ്ട്. അപ്പം അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ ഒന്ന് കോവിലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോവിലിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. സ്കൂട്ടിയിലാണ് പോകുന്നത്. അമ്പാടിക്ക് വരത്തില്ല. അങ്ങനെ അമ്പാടിയെ കൊണ്ട് പോകുന്നില്ല. ഞാൻ മാത്രമാണ് പോകുന്നത്. ഞാൻ പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ കുടുംബ കോവിലിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ എനിക്ക് അച്ചാമ്മ ഒരു കുട്ട പൂവൊക്കെ തന്നു കേസ്. അങ്ങനെ അച്ചാമ്മ തന്ന പൂവും കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോയി. ഇതാണ് ഞങ്ങളെ അമ്പലം, ചെമ്പകംവിള ശ്രീ യോഗീശ്വരൻ ക്ഷേത്രം. അങ്ങനെ ദീപാരാധന സമയമായപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേ ഏകദേശം 7-7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇതാണ് കാഴ്ച. എൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മയും അച്ഛനും അമ്പാടിയും കൂടെയൊക്കെ ഇരുന്ന് ഇന്ന് കാച്ചിലും ചേമ്പ് അങ്ങനെയൊക്കെ അവിച്ചതും മുളകും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി അടുക്കള ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കാരണം അടുക്കള ഞാൻ വൈകിട്ട് സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ച പാത്രങ്ങളോ അങ്ങനെയൊന്നും എച്ചിൽ പാത്രങ്ങൾ ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങാറില്ല. രാവിലെ എണീറ്റ് വരുമ്പോൾ എനിക്ക് അടുക്കളയ്ക്കകത്ത് വരുമ്പോൾ ഒരു സുഖം തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ജോലി ഉണ്ടെങ്കിലും രാത്രി തന്നെ എല്ലാം ചെയ്ത് തീർത്ത് വെച്ച് അടുക്കളയിൽ നോക്കുമ്പോൾ എനിക്കൊരു തോന്നണം. അതെന്താണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് തോന്നണമെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മൾ എണീച്ച് വരുമ്പോൾ ആ ഇത് തോന്നണമെങ്കിൽ നമ്മൾ തലേ ദിവസം എല്ലാം ചെയ്ത് സെറ്റാക്കി അടുക്കള ക്ലീനാക്കി ഇട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ആക്കുകയാണ്. അപ്പം അന്ന് ഉച്ചയ്ക്ക് വെച്ച മീൻ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗ്യാസിൻ്റെ പിറകൊക്കെ ഒന്ന് തുടച്ച് അവിടെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്.
വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങളല്ല ഗെയ്സ്, ഞാനിത് സ്ഥിരം ചെയ്യാറുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോ പിടിക്കുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സോറി, അത് നിങ്ങളുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്കാണ്. അത് എനിക്ക് അങ്ങനെയല്ല. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഗെയ്സ്. എൻ്റെ ദിവസങ്ങളെല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പിറകൊക്കെ തുടച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പോൾ തൂത്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കുകയാണ് പതിവ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, ഇല്ലയെന്ന് ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വഴി അറിയിക്കുക. എല്ലാം തിരുത്താൻ പറ്റുന്നതെല്ലാം തിരുത്തുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. എന്നെ പ്രത്യേകിച്ച് ഞങ്ങളങ്ങനെ പുറത്ത് പോകുക അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാനലായിരിക്കും. പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തു കേട്ടോ. അടുക്കളയിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഞാൻ റൂമിലേക്ക് വന്നപ്പോഴത്തേക്ക് അമ്പാടി ഇതാ പതുക്കെ കിടക്കാനൊക്കെയുള്ള പരിപാടിയിലാണ്. അമ്പാടി എൻ്റെ അടുത്താണ് കിടക്കുന്നത്. അമ്പാടിയുടെ റൂം മുകളിലാണ്. പക്ഷേ ഇപ്പോൾ അമ്പാടി എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. അമ്പാടി ഒറ്റയ്ക്ക് കിടക്കാൻ അമ്പാടിക്ക് പേടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ കർട്ടനൊക്കെ നേരെയാക്കി ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു. ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നു. ഞാനും അമ്പാടിയും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് ഗേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. ഗുഡ് നൈറ്റ് ഗേസ്.